കഴിഞ്ഞ ദിവസമാണ് മീഡിയ വൺ മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശിയായ മുഹമ്മദ് ഇജാസിനെ കുറിച്ചുള്ള ഒരു വാർത്ത ചെയ്തത്, ഒരു സ്റ്റോറി ചെയ്തത്. ഇജാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ പട്ടാളക്കാരനാകണമെന്ന് പറയും. പിന്നീട് പട്ടാളക്കാരനായതിനു ശേഷം പട്ടാളക്കാരൻ്റെ വേഷത്തിൽ വന്ന് സ്കൂളിൽ വരികയും ടീച്ചർക്ക് സല്യൂട്ട് നൽകുകയൊക്കെ ചെയ്ത ആ സംഭവത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ ആ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചാരം നേടി. ഫേസ്ബുക്കിലടക്കം വലിയ തരത്തിൽ ഏതാണ്ട് 18 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ തന്നെ അത് കണ്ടു കഴിഞ്ഞു. ആ വാർത്തയ്ക്ക് താഴെ ആളുകൾ ചോദിക്കുന്ന കമൻറ്റ്, ആ ടീച്ചർ എവിടെയായിരുന്നു, ആ ടീച്ചറെ കണ്ടില്ല, ആ ടീച്ചറൊന്നും സംസാരിച്ചില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് ടീച്ചറെ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. ടീച്ചർ ചാവക്കാടായിരുന്നു. ഇജാസിന് തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചറെ നമുക്ക് ആ വാർത്തയിൽ ഉൾപ്പെടുത്താനോ ടീച്ചറുടെ ബൈറ്റ് ഉൾപ്പെടുത്താനോ കഴിയാതെ പോയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ ആ ടീച്ചറെ അടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരൂരിലെ ആ സ്കൂളിലാണ്. ആ ടീച്ചറും ഇവിടുത്തെ മുഴുവൻ അധ്യാപകരും ഇപ്പോൾ നമ്മോടൊപ്പം ആ കാര്യങ്ങളൊക്കെ പറയാൻ വീണ്ടും ചേരുകയാണ്. ഇതാണ് ജിഷ ടീച്ചർ. ജിഷ ടീച്ചറോടാണ് ഇജാസ് പറഞ്ഞതെന്ന് ഞാൻ പട്ടാളക്കാരനാവുന്നു, പിന്നീട് പട്ടാളക്കാരനായി തിരിച്ചെത്തി ടീച്ചർക്ക് ഒരു സല്യൂട്ട് നൽകി. എന്തായിരുന്നു ആ ഒരു അനുഭവത്തെക്കുറിച്ച്? വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഞാനേറെ മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു. 2019 ബാച്ചിലായിരുന്നു ഇജാസ് പഠിച്ചത്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ ചോദിക്കുമായിരുന്നു ആരാകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സ് എൻജിനീയേഴ്സൊക്കെ ആകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇജാസ് എനിക്കൊരു സൈനികനാകണം, അതാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടാണോ? അല്ല, എൻ്റെ സ്വന്തം ഇഷ്ടമാണ് എനിക്കൊരു പട്ടാളക്കാരൻ ആകണമെന്ന്. അപ്പം അതിനുവേണ്ട എല്ലാ പിന്തുണയും ഞാൻ കൊടുത്തിരുന്നു. എല്ലാ സോഴ്സ് ഉപയോഗിച്ച് അതിനുവേണ്ട സപ്പോർട്ടെല്ലാം കൊടുത്ത്. അപ്പോൾ ഏറെ അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. സാധാരണഗതിയിൽ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ പിള്ളേർ ഇങ്ങനെ പറയും അതാവണം ഇതാവണം, ഇവന് ജനുവിനാണെന്ന് എങ്ങനെയാണ് ടീച്ചർക്ക് തോന്നുന്നത്? കാരണം കുട്ടിയുടെ മൈൻഡിൽ തന്നെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പട്ടാളക്കാരനാവണം, അതിന് ഉറച്ച മനസ്സോടെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഏറെ സന്തോഷം തോന്നിയിരുന്നു അത് കേട്ടപ്പോൾ തന്നെ. പിന്നെ സ്കൂൾ കഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ ടീച്ചർ ഉണ്ടായിരുന്നു, നിരന്തരം കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം +1 പഠിക്കുന്ന സമയത്തൊക്കെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയായിരുന്നു. ഏകദേശം +1 +2 ഒക്കെ ഇതിനൊക്കെ ആയിട്ട് നല്ല കഠിനാധ്വാനം ചെയ്തിരുന്നു ഇജാസ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പട്ടാള വേഷത്തിൽ വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂളിലേക്ക് വരുന്ന പ്രതീക്ഷിച്ചില്ല? ഇല്ല, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അവരാഗ്രഹിച്ചൊരു ലെവലിലേക്ക് എത്തുമ്പം നമുക്ക് ഏറെ സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. കണ്ടപ്പം തന്നെ എനിക്ക് നല്ല, കാരണം ആ സല്യൂട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ്, ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ടീച്ചർ വളരെ സന്തോഷത്തിലാണ്. കാരണം ടീച്ചറുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു നിമിഷമായിരുന്നു അതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇൻസൈറ്റ് എന്നൊരു പദ്ധതി തിരൂരിൽ DYSP ആയിരുന്ന VV ബെന്നി സാർ അദ്ദേഹം കൊണ്ടുവന്ന ഇൻസൈറ്റ് എന്ന പദ്ധതിയാണ് ഇജാസിനെ ഈ പട്ടാളത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനമായത്. ഇൻസൈറ്റിൻ്റെ കോർഡിനേറ്റർ കൂടി ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഇൻസൈറ്റ് പദ്ധതി നടപ്പിലാക്കിയത് ഈ കുട്ടികൾക്ക്? ഇൻസൈറ്റ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ തിരൂർ DYSP, ഇപ്പോൾ നിലവിൽ താനൂർ DYSP VV ബെന്നി സാറാണ് നമ്മുടെ ഇവിടെ ഇൻസൈറ്റ് തിരൂർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ആക്ച്വലി നമ്മൾ തീരദേശ മേഖലയിൽ കുട്ടികളെ പഠനത്തിന് കായിക പരിശീലനവും പഠനം നൽകി അവർ മുന്നോട്ട് വന്ന് ഗവൺമെൻറ് ജോലി എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് സന്തോഷം. ഇജാസിനെ സംബന്ധിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പുകൾ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 5 മണിക്ക് ഇജാസ് എല്ലാ സമയത്തും കറക്റ്റായി വരും, ഒരു ദിവസം ലീവ് എടുക്കാതെ വരിക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് DSPയുടെ കീഴിൽ അത്രയും ചിട്ടയായിട്ടുള്ള പരീക്ഷ നൽകിയെന്നാണ്. ഇജാസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്വാളിറ്റി വെച്ചാൽ ഒന്നാമത്തെ പരീക്ഷയിൽ പരാജയപ്പെട്ടു. പക്ഷേ സാധാരണ കുട്ടികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് എനിക്ക് പറ്റില്ല എന്നുള്ളത് വിട്ടുപോകലാണ്. പക്ഷേ ഇജാസ് അവിടെ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ രണ്ടാമത്തെ പരീക്ഷയിൽ എഴുതി വിജയിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഇൻസൈറ്റിൽ ഏകദേശം 10-ൽ പരം കുട്ടികൾ വിവിധ ജോലിയിൽ കയറിയിട്ടുണ്ട്. അതിൽ ആർമിയിലായിട്ടും അതേപോലെ മറ്റു മേഖലയിലായിട്ടും. അപ്പോൾ ഇജാസിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ആർമി വേഷത്തിൽ വന്ന് ടീച്ചേഴ്സ് സല്യൂട്ട് ചെയ്തപ്പോൾ ഈ വിദ്യാലയത്തിനും അതേപോലെ നാട്ടുകാർക്കും ഇൻസൈറ്റിനും എല്ലാവർക്കും വലിയ അഭിമാനമുള്ള നിമിഷമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഉണ്ടാവേണ്ടത്. അവർ പഠിച്ചു കഴിഞ്ഞ് അവർ ജോലി എത്തി വിദ്യാലയം തിരിച്ചു വരുമ്പോഴാകുന്ന സന്തോഷം ഇന്ന് ഈ വിദ്യാർത്ഥിയെ വെച്ചാൽ വളരെ ഹാപ്പി മൊമെൻ്റാണുള്ളത്. തീർച്ചയായിട്ടും മറ്റു അധ്യാപകരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടുന്ന് പഠിച്ചു പോയൊരു കുട്ടി നേരത്തെ ടീച്ചറോട് പറഞ്ഞൊരു വാക്ക് പാലിച്ച് പട്ടാളക്കാരനായി തിരിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇജാസിൻ്റെ നിശ്ചയദാർഢ്യമാണ്. ഒരു രംഗത്തേക്ക് എത്തണമെന്നുള്ള അവൻ്റെ തീരുമാനം. അങ്ങനെ അവന് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായും അവൻ്റെ താല്പര്യത്തോടൊപ്പം അവൻ്റെ മനസ്സിനെ അവന് കൊണ്ടുപോയിട്ട് ആ പ്രവർത്തിച്ച് മുന്നേറാൻ അവൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് മറ്റു കുട്ടികൾക്കൊരു പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്തൊരു ലക്ഷ്യം വയ്ക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുവാനുള്ള ഒരു മാനസികമായ ശ്രദ്ധയും ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായും നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അത് ഇജാസ് നേടിയെടുത്തു എന്നുള്ളതാണ്. അതിൽ വളരെ അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു മറ്റു കുട്ടികൾക്കും ഈ മേഖലയിലുള്ള എല്ലാ അധ്യാപകർക്ക് തന്നെ ഒരു മാതൃകയായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്.
തീർച്ചയായിട്ടും ഇവിടെ ഇതെല്ലാം ഈ സ്കൂളിലെ അധ്യാപകരാണ്. ഈ സ്കൂളിൻ്റെ മാനേജർ കൂടി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഇവിടുന്ന് പഠിച്ചു പോയൊരു കുട്ടിയാണ്. അവൻ വീണ്ടും പട്ടാളക്കാരനാകണം എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റി വീണ്ടും പട്ടാളക്കാരൻ്റെ വേഷത്തിൽ സ്കൂളിലേക്ക് തിരിച്ചെത്തി. തീർച്ചയായും വളരെ സന്തോഷം. നമ്മളെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ സാധാരണത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ മറ്റ് പാഠ്യേതര പദ്ധതികൾക്ക് ഒരുപാട് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ അക്കാര്യത്തിൽ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും അത് പ്രയോജനപ്പെടുത്തി നല്ലൊരു രീതിയിലെത്തിയ ഒരു കുട്ടിയെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന് വളരെ സൽപ്പേരുണ്ടാക്കിയ ഈ കുട്ടിക്ക് എല്ലാ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുക. തീർച്ചയായിട്ടും. അപ്പം ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങൾ അത് നടത്താം, അല്ലെങ്കിൽ ആഗ്രഹം നേടിയെടുക്കാം എന്നുള്ള ആത്മവിശ്വാസം, അതിനായുള്ള കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ആ നേട്ടങ്ങൾ കൈവരിക്കാനാകും എന്ന് തെളിയിക്കുകയാണ് ശരിക്ക് മുഹമ്മദ് ഇജാസ് എന്നുള്ള കുട്ടി. ഇത്തരത്തിലുള്ള അധ്യാപകർ പിന്തുണയുമായി ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഏത് നേട്ടവും കൈവരിക്കാമെന്ന് ആണ് ഇജാസ് കാണിക്കുന്നത്. തിരൂരിൽ നിന്ന് ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 തിരൂർ.